നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചൊവ്വാഴ്ച തൃശൂരിൽ നടത്താനിരുന്ന സംസ്ഥാന വയോജന കമ്മീഷന്റെ പരാതി പരിഹാര സിറ്റിംഗ് മുന്നറിയിപ്പില്ലാതെ മാറ്റിവെച്ചത് പ്രായമായവരെ വലച്ചു. 70ഓളം പേരാണ് അധികൃതരുടെ അനാസ്ഥ മൂലം മടങ്ങിപ്പോയത്. പന്നിപ്പനി സ്ഥിരീകരിച്ച കുന്നംകുളത്തെ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലെ പ്രജനന കേന്ദ്രത്തിലെ പന്നികളെ കൊന്നൊടുക്കി. ഫാമിലെ 87 പന്നികളെയാണ് കൊന്നൊടുക്കിയത്. കുതിരാൻ തുരങ്കത്തിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥർ തുരങ്കമുഖത്ത് പരിശോധന നടത്തി. നേരത്തെ തൃശൂർ ഗവൺമെന്റ് കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘവും വിവിധ വകുപ്പുകളും ചേർന്ന് സംയുക്ത പരിശോധന നടത്തിയിരുന്നു. നാളെ കർക്കിടക വാവുബലി. പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലിതർപ്പണം നടത്തുന്നതിനായി ജില്ലയിലെ സ്നാനഘട്ടങ്ങൾ ഒരുങ്ങി. എറിയാട് യൂത്ത് കോൺഗ്രസും KSU നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ചിൽ സംഘർഷം. രാസമാലിന്യം ഉപയോഗിച്ച് ഭൂമി നികത്തിയ സംഭവത്തിൽ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. എറിയാട് പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ രാസമാലിന്യം ഉപയോഗിച്ച് ഭൂമി നികത്തിയ സംഭവത്തിൽ 19 പേർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. എടയാർ ബിനാനി സിങ്ക് കമ്പനി മാനേജറും ഭൂവുടമകൾക്കുമുള്ളവർക്കെതിരെയാണ് കേസ്. വെള്ളർക്കാട് കൊല്ലൻപടിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. തെരുവുനായ കടിച്ചുകൊന്ന വയോധികയുടെ വീടിന്റെ പരിസര പ്രദേശത്താണ് തെരുവുനായകൾ വിലസുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുകയറുന്നു. ഗ്രാമിന് 290 രൂപ കൂടി 14,220 രൂപയും പവന് 2,320 രൂപ ഉയർന്ന് 1,13,760 രൂപയിലുമെത്തി. ചിങ്ങത്തിലെ ആദ്യ ഞായറാഴ്ചയായ ഓഗസ്റ്റ് 23-ന് ഗുരുവായൂരിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് 377 കല്യാണങ്ങൾ. ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും ഭേദിക്കുന്നതാണ് ഇത്. ചാവക്കാട് KP വത്സലൻ അംഗൻവാടിക്ക് സമീപമുള്ള പ്രധാന റോഡിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നു. കുട്ടികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന റോഡിലാണ് തെരുവുനായ്ക്കൾ ഭീഷണി ഉയർത്തുന്നത്. മഹാരാഷ്ട്രയിലെ ചന്ദ്രാപൂരിൽ CBSE സൌത്ത് സോൺ തായ്ക്കൊണ്ട മത്സരത്തിനിടെ എതിരാളിയുടെ ചവിട്ടേറ്റ് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ തൃശൂർ സ്വദേശിയായ വിദ്യാർത്ഥി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ +2 വിദ്യാർത്ഥി ഫയാസിനാണ് പരിക്കേറ്റത്. മാള പള്ളിപ്പുറത്ത് കിണറിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പുതുക്കാട് ദേശീയപാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിക്കുള്ളിൽ ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി. പട്ടാമ്പി സ്വദേശി സുന്ദരനാണ് മരിച്ചത്. ദേശീയപാത 66-ൽ ചാവക്കാട് തെക്കേ ബൈപ്പാസ് മുതൽ വില്യംസ് വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ തെക്കേ ബൈപ്പാസിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ സംസ്ഥാന പ്രസിഡന്റ് VK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് CS രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തകനായ പാർലിക്കാട് സ്വദേശി സുരേഷ് വർഷം തോറും കുട്ടികൾക്കായി നടത്തിവരുന്ന ഓണക്കോടി വിതരണം 25 വർഷം പിന്നിട്ടു. സഹോദരി പുത്രൻ പ്രദീപ് കണ്ണനോടൊപ്പമാണ് സുരേഷ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മുല്ലശ്ശേരി പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 15-ാം വാർഡിൽ നടപ്പിലാക്കിയ പുഷ്പകൃഷി വിളവെടുപ്പിന് ഒരുങ്ങി. ഭൂമിക JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ചെണ്ടുമല്ലി വാടാർമല്ലി കൃഷിയാണ് വിളവെടുപ്പിന് ഒരുങ്ങിയത്. CITU പറപ്പൂക്കര പഞ്ചായത്ത് കൺവെൻഷൻ CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. KJ ഷൈജു അധ്യക്ഷത വഹിച്ചു. തൃശൂർ പൂങ്കുന്നം ശിവക്ഷേത്രത്തിൽ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ആനയൂട്ട് നടത്തി. ക്ഷേത്രം മേൽശാന്തി നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു.
പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞനും കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകനുമായ ഡോക്ടർ MP പരമേശ്വരൻ അന്തരിച്ചു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 1-ന് തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. പെരിഞ്ഞനം കൊറ്റംകുളം കള്ളുഷാപ്പിന് മുന്നിൽ യുവാവിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 2 പ്രതികളെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പാപ്പിനിവട്ടം തൃപ്പേക്കുളം സ്വദേശി അമൽ, പീച്ചി മാടഞ്ചിറ സ്വദേശി രജീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ സിനർജിയുടെയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി 3rd ഏജ് യൂണിറ്റുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ശലഭ പൊലിമ എന്ന പേരിൽ ചെമ്പൂക്കാവ് ബാലഭവനിൽ നടന്ന ഓണാഘോഷം രാജൻ ജെ പല്ലൻ MLA ഉദ്ഘാടനം ചെയ്തു. മതിലകം പോഴങ്കാവിൽ കള്ളുഷാപ്പ് മാനേജറെയും സുഹൃത്തിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോഴങ്കാവ് സ്വദേശി പൈനാട്ട് വീട്ടിൽ അമലാണ് അറസ്റ്റിലായത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആത്മപദ്ധതിയുടെ ഭാഗമായി കിസാൻ ഗോഷ്ഠിയും കർഷക അവാർഡ് വിതരണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. അഴീക്കോട് എറിയാട് പ്രദേശത്തെ സ്വകാര്യ ഭൂമികളിൽ രാസമാലിന്യം കലർന്ന മണ്ണ് അടിയന്തരമായി ശാസ്ത്രീയ രീതിയിൽ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് DYFI എറിയാട് പഞ്ചായത്ത് കമ്മിറ്റി കണ്ണ് മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം എറിയാട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VR റെനീഡ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നതിൽ നിന്ന് കേരളം എന്ന് പുനർനാമകരണം ചെയ്യാനുള്ള ബിൽ ലോക്സഭ പാസാക്കി. ചർച്ചകളില്ലാതെയാണ് ബിൽ പാസായത്. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ല ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നു. 3 കാറ്റഗറികളിൽ 28 പോയിന്റ് കരസ്ഥമാക്കി വേലൂർ RS RV സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. കാണി ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചങ്ങരംകുളത്ത് സംഘടിപ്പിച്ച S ജാനകി അനുസ്മരണ സമ്മേളനം എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. P കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.